ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഷോയാണ്. അതായത് നമ്മുടെ ഇന്ത്യ മൊത്തം നടക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് അതിനകത്തെ. അപ്പോഴേക്ക് അങ്ങനൊരു ഷോയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ അവിടെ ഗെയിം കളിക്കാനാണ് വരുന്നത്. നമുക്കവിടെ സെൻറ്റിമെൻസിനോ നമ്മുടെ ഇമോഷണൽ ഫീലിങ്സിനോ ഒന്നും പ്രാധാന്യമില്ല അവിടെ. നമ്മൾ കരഞ്ഞ് ഗെയിം കളിച്ച് നേടാം എന്ന് വിചാരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ച് നമുക്ക് ഗെയിം മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ വരുന്ന എല്ലാത്തിനെയും ഫേസ് ചെയ്ത് തൻ്റെ ഇടത്തോടെ ഗെയിം കളിച്ചാൽ മാത്രമേ ഇതൊരു ഗെയിമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പിന്നെന്തിനാ നമ്മൾ ഈ ബിഗ് ബോസ് ഷോ എന്ന ഗെയിമിൽ വരുന്നത് എന്തിനാണ് അല്ലേ? നമ്മൾക്ക് ഡെയിലി അവർ പൈസ തരുന്നുണ്ട്, കണ്ടസ്റ്റൻസിന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്താലേ ഈ ഷോ കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അത്രമാത്രം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ശക്തമായ രീതിയിൽ എതിരാളികളെ നേരിടാനും അതുപോലെ മൈൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഗെയിമാണല്ലോ, മൈൻഡ് ഗെയിമാണല്ലോ ഇത്. അപ്പോൾ അത്രമാത്രം കാലിബറുള്ള ഒരാളെ മാത്രമേ ഈ ഷോയിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മോഹൻലാൽ പറയുന്നുണ്ടല്ലോ, എന്തു വന്നാലും തരണം ചെയ്യണം, അതാണ് ഈ ഷോ. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി നമ്മൾ കരഞ്ഞു കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും സെൻറ്റിമെൻസിൻ്റെ പുറത്തോ ഒന്നും നമുക്കിവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഗെയിം അല്ല. ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴേക്കും അവിടെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഒരു സെൻറ്റിമെൻസിൻ്റെ പുറത്ത് നമുക്ക് കപ്പ് നേടാൻ പറ്റുമോ, ജയിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടസ്റ്റൻസ് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വാക്കുകൾ ഉപയോഗിച്ചാലും ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. പിന്നെ അവിടെ ഇന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എന്തൊക്കെ അവർക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, അങ്ങനൊരു നിയമം ഉണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കുകയും വേണം അല്ലേ? ചില പരിപാടികളിലെല്ലാം ഗെയിമിൽ ചെല്ലുമ്പോൾ അവർ പറയുമല്ലോ, ഇന്ന കാര്യങ്ങൾ ഇവിടെ ബാധകമാണ്, ഇന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുക, അല്ല അതുപോലെ എന്തെങ്കിലും ചെയ്യത്തില്ലേ? അപ്പോൾ ഇപ്പം ഇവിടെ നമ്മുടെ രേണുസുധിയുടെയും അക്ബറിനെയും കേസെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും രേണുസുധിയെ അക്ബർ അക്റ്റിട്ടാങ് എന്നും രേണുസുധി വേട്ടപ്പട്ടി എന്നും വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് ബിഗ് ബോസ് അതിനുശേഷം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്കിത് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി അവിടുന്ന് ഗെയിമിൽ വിജയിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുകയാണല്ലോ ഇവിടുത്തെ ഉദ്ദേശം. പിന്നെ നമ്മളിപ്പം ഒരു ഗെയിം അല്ലാതെ ഒരു സാധാരണ നമ്മുടെ ജീവിതത്തിലാണ് ഇങ്ങനെ വിളിക്കുന്നതെങ്കിൽ സീരിയസ് ആയിട്ട് നമുക്കിതിനെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാം, നമുക്കതിനെതിരെ കേസ് വരെ ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിനകത്തുള്ള കളികൾ, അല്ലാതെ ഇതിനെ ഒരു വ്യക്തി അതിശയമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുന്നില്ല ആൾക്കാരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രേക്ഷകരാന്ന് പറഞ്ഞാലും ഇവിടെ എല്ലാവരും ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. അപ്പം ഗെയിം ആകുമ്പോഴേക്കും എപ്പോഴും അവിടെ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളെയും അല്ലെ എന്തുപയോഗിച്ചെന്ന് പറഞ്ഞാലും അതിനെ നേരിട്ട് അതിനെ ഫേസ് ചെയ്ത് ജയിക്കണം.